ശ്രീ ടി കെ അശോക് കുമാർ, നോക്കൂ, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ഒപ്പം ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് അങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിങ്ങൾ കേരളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് NSS SNDP യോജിപ്പുണ്ടാകുന്നത്. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനം അവർക്കിടയിൽ ഉണ്ടാകുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണ് എന്നതിന്റെ ചില സൂചനകൾ കൂടി വരുന്നു. അപ്പോൾ നിൽക്കണോ പോണോ എന്ന അവസ്ഥയിലാണോ BJP? രേണു, കോൺഗ്രസിന്റെ രണ്ട് പ്രതിനിധികൾ സംസാരിച്ചു, ശ്രീ ജേക്കബ് ജോർജും സേനാപതി വേണു. സമയം ഞാൻ കോൺഗ്രസ് അല്ലേ? ഞാൻ നിസാം സെയ്ദിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സാറിന് മനസ്സിലായിട്ടുണ്ടാവും. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ NSSന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള ഞങ്ങൾക്ക് വിമർശനം. ഇതിന്റെ ഒരു സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ്? ഈ സാഹചര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇപ്പൊ VD സതീശനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായി, മുൻപ് സംസാരിച്ച രണ്ടാളുകളുടെയും ഭാഗത്തു നിന്നുണ്ടായി. യഥാർത്ഥത്തിൽ ഈ രാജ്യം അല്ലെങ്കിൽ കേരളം ദീർഘകാലമായിട്ട് അകറ്റി നിർത്തിയിരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വാക്ക് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് വഴികൾ, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയും ഒന്ന് ഇസ്ലാമിക് ബ്രദർഹുഡുമാണ്. ജമാഅത്ത് ഇസ്ലാമിയെ മറ്റു മുസ്ലിം സംഘടനകളൊക്കെ തന്നെ അകറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുനവർ അലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ആ തരത്തിൽ അകറ്റി നിർത്തേണ്ട രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ലീഗിനോടൊപ്പം ചേർത്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികൾ, വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ UDFന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും മത്സരിച്ചു. നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഈ പറയുന്ന VD സതീശൻ, അതായത് സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് പറയുന്ന, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറയുന്നത്, ആരും വർഗീയത പറയരുത് എന്ന് പറയുന്ന അതേ സതീശനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് VD സതീശൻ നൽകി. VD സതീശൻ ആരിഫ് അലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SDPI ഇങ്ങനെ തരത്തിലുള്ള മുഴുവൻ ഇസ്ലാമിക് ഗ്രൂപ്പുകളെയും, തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളെയും അണിനിരത്തിക്കൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ട് രാജ്യത്ത് എല്ലായിടത്തും പരാജയപ്പെട്ട കോൺഗ്രസ് കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ്. 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാം, കാരണം മുൻകാലത്തൊക്കെ കേരളത്തിൽ മാറി മാറിയുള്ള ഭരണങ്ങൾ വന്നിരുന്നു. അതായത് ആ മാറി മാറിയുള്ള മുന്നണി ഭരണങ്ങൾ ഉണ്ടായത് BJP കേവലം അല്ലെങ്കിൽ 5%, 10% ഒക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വികസന രാഷ്ട്രീയം, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 20% എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം. 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, 14.7 അത് കുറഞ്ഞിരുന്നു. ശരി രേണു, എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇടതുപക്ഷത്തിനും BJPക്കും ഒരേ സംഖ്യ പാർലമെന്റിൽ, ലോക്സഭയിൽ ഒരേ അംഗസംഖ്യയാണ്, ഒരാൾ വീതമുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഇത് കഴിഞ്ഞപ്പോ 2 മേയർമാര്, ഒന്ന് CPM-ന് ഒരു മേയറാണ്, BJPക്ക് ഒരു മേയറാണ്. ഇത് സമ്മതിക്കുള്ളൂ, ഈ 2 കാര്യം സമ്മതിക്കുള്ളൂ. ഞാൻ പറഞ്ഞ 2 ഉദാഹരണം സമ്മതിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശരി, എന്തായാലും ഞങ്ങള് ഈ കേരളത്തിൽ വളർന്നു വരുന്ന പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളൊന്നും അംഗീകരിച്ചാൽ മതി. അത്രമാത്രം CPM പ്രതിനിധികൾ ആരും ഇല്ലാതെയായി പോയി ശ്രീ അശോക് കുമാർ, അല്ലെങ്കിൽ പുച്ഛം വാരി വിതറിയ ജമാഅത്ത് ഇസ്ലാമി. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പറയാം. അതായത് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട്, ലീഗിനെ നിർത്തിക്കൊണ്ട്, ഒപ്പം നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, അതായത് അധികാരത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും അതിന് നേതൃത്വം നൽകുക. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വിശ്വാസമാണ്. ഒരു മിനിറ്റ്, ആ വിശ്വാസത്തെ
മുന്നിൽ കണ്ടുകൊണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ NSSO SNDPയോ മറ്റു ഹൈന്ദവ സംഘടനകളോ ക്രിസ്ത്യൻ സംഘടനകളോ യോജിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അവരെ തെറ്റു പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം. നിങ്ങൾക്ക് പിന്നെ എന്താണ് റോൾ എന്നതാണ് എന്റെ ചോദ്യം. അത് വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയിരിക്കുന്ന സമയമാണ്. ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നതിന്റെ മേജർ പോർഷൻ വോട്ട് CPM കൊണ്ടുപോകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വിരുദ്ധം, ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധം, വികസിത കേരളം, ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിനും മുസ്ലിം ലീഗിനും വിരുദ്ധമായി വികസിത കേരളം വെള്ളാപ്പള്ളിയുടെ തന്ത്രം തന്നെയാണ് അല്ലേ? ലീഗിനെ അല്ല മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഒപ്പം കൂട്ടാൻ പറ്റില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്ന അതേ തന്ത്രം അല്ലെങ്കിൽ അതേ നയമാണ് നിങ്ങൾക്കും പറയാനുള്ളത്. അല്ല, അങ്ങനെയല്ല. മുസ്ലിങ്ങളെ ഒപ്പം കൂടെ നിങ്ങൾ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ അത് മുസ്ലിം ആവുന്നത് എങ്ങനെയാണ്? അവിടെയാണ് പ്രശ്നം. അതെങ്ങനെ സാധ്യമാവുക? ഇനി മലപ്പുറത്തെ പറഞ്ഞിരിക്കും, മലപ്പുറത്തെ പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം മലപ്പുറത്ത് 2 പാർലമെന്റ് സീറ്റുകളുണ്ട്, പൊന്നാനിയും മഞ്ചേരിയും. 2004 കാന്തപുരം ഉസ്താദിന്റെ പിന്തുണയോടെ TK ഹംസ ജയിച്ചതല്ലാതെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പൊന്നുമില്ല. ഈ രാജ്യത്തെ ലോകസഭ രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ലീഗ് ജയിക്കുന്നതാണ് 2 മണ്ഡലങ്ങൾ. തെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഏതാണ്ട് 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെതിരെ നിങ്ങൾ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് തരത്തിലുള്ള പരാജയമാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ രീതിയിലുള്ള ഒരു ക്രമക്കേടും, ആ രീതിയിൽ ഇപ്പോ വോട്ട് ചോരി സംബന്ധിച്ച് ഒരുപാട് ക്രമക്കേടുകൾ ഒരുപാട് ഇടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതുവരെ അത്തരം പ്രശ്നങ്ങളൊന്നും എവിടെയും ഉയർന്നു കേട്ടിട്ടില്ല. ശ്രീ TK അശോക് കുമാർ ക്രമക്കേട് നടത്തിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല, അതായത് ലോകസഭ അല്ലല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്ത് എന്താണോ സംവിധാനം, ആ സംവിധാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടമാണ് അവിടെ. അവിടുത്തെ ആ ജനങ്ങളെ പരിഹസിക്കുന്ന വിധം ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പോയപ്പോൾ ഞാൻ ഇടപെട്ടു. അല്ല, ലോകസഭ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ലീഗ് മാത്രം ജയിച്ചു വരുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പിടിച്ച ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഭരണം എങ്ങനെയായിരുന്നു? എത്ര വർഷത്തെ ആധിപത്യമാണ് നിങ്ങൾ അവസാനിപ്പിച്ചത്? ആ ബോധ്യം താങ്കൾക്കില്ലേ? അതല്ലേ ഞങ്ങൾ പറഞ്ഞത് ലീഗിന്റെ അപ്രമാദിത്യം ലീഗിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നതാണ്. കോൺഗ്രസ് 2ാമത്തെ പാർട്ടിയായിട്ട് മാറുന്നു UDF-ൽ. അത് സംഭവിക്കാൻ പോവുകയാണ്. UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ ബജറ്റിന്റെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നതും കൈവശപ്പെടുത്തുന്നതും മുസ്ലിം ലീഗാണ്. കൈകാര്യം ചെയ്യുന്ന ലീഗാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഘടകകക്ഷികൾക്ക് മുന്നിൽ താഴ്ന്നു പോകുന്നു എന്നോ തോറ്റുപോകുന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊരു വിജയ ഫോർമുല രൂപീകരിക്കുകയാണല്ലോ അങ്ങനെയുള്ള സഖ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഖ്യം എന്ന് ചോദിച്ചാൽ 2 സമുദായ നേതാക്കൾക്കും പറയാനുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ സഖ്യം എന്നതാണ്. എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഇവിടെ BJP പ്രതിനിധി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒന്ന്, VD സതീശന്റെ ആ പരാമർശങ്ങളാണ്. അതായത് അവരിപ്പോൾ വർഗീയതയ്ക്കൊപ്പമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. 2, കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ ആണ് മറ്റ് സമുദായ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്രകോപനങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളുടെ പ്രീണനം, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ നടത്തുന്ന ശ്രമങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്? കേരളത്തിലെ 2 പ്രമുഖ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ചേർന്ന് അവർ ഒന്നിച്ചു ചേരാൻ പോകുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് നമുക്കറിയാം. പ്രധാനമായും ഈ ഒന്നിച്ചു ചേരലിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപരമത വിദ്വേഷമാണ്. മറ്റൊരു മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഒന്നിച്ചു ചേരലാണ്. ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യപ്പെടണം, നമ്മളുടെ നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുന്നു എന്ന ഒരു വാദം ഉയർത്തിയുള്ള ഒന്നിച്ചു ചേരലാണ്, ഐക്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് നിഷ്കളങ്കമായി സംഭവിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇതിന് 2 തരത്തിലുള്ള പ്രതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഒന്ന്, ഇതിനൊരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഉണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഒരു ലക്ഷ്യം ഇതിനുണ്ട്. ആ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിന്നല്ല എന്ന് നമുക്കറിയാം. അത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിം വിഭാഗത്തെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.